ഹായ് ഗായ്സ്, നമ്മൾ പാണിയേരിപ്പോര് വന്നേക്കുവാണേ. നമ്മളാണ് ഇവിടെ ആദ്യം തുറന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് വണ്ടി നമ്മുടെ മറ്റേ വിസിറ്റർ എന്നുള്ളിടത്ത് ഫസ്റ്റ് എഴുതിയത് നമ്മൾ രണ്ടുപേരുമാണ്. ഇവിടെ സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മുന്നോട്ട് നടക്കണം. ആദ്യമായിട്ട് വരുവാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു വീഡിയോ ആരുമില്ല. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ രണ്ടുപേര് തൂക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. വഴിക്ക് എന്താണെന്ന് വെച്ചാൽ കാണിക്കാമേ. ഇതാണ് പോകുന്ന വഴിയേ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിഴയുണ്ട് കേട്ടോ, ലംഘിച്ചാൽ 5000 രൂപ പിഴയെന്ന്. ഇതെനിക്കിഷ്ടപ്പെട്ടു. കാലൻ കുടയുമായി. ഇത് വാസുചേട്ടൻ്റെ കുടയാണ്. വാസുചേട്ടൻ തന്നതാണ്. ഇതാട്ടോ ഈ വാഷ്റൂം ഞങ്ങൾ യൂസ് ചെയ്തായിരുന്നു. അതൊരു വലിയ കഥയും. പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രസമല്ലേ, നോക്കിക്കേ. ബ്യൂട്ടിഫുള്ളായിട്ട് മരം ഇങ്ങനെ കംപ്ലീറ്റ് കാണാൻ നല്ല ഭംഗിയുള്ള. ഇത് വെങ്ങൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് ഈ ഒരു സാധനം ഉള്ളത്. വെങ്ങൂർ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ പോകെ കാണിക്കാം. അവിടെ വരെ നടക്കട്ടെ. നമ്മളെ കൂടാതെ ഈ ചേച്ചിമാർ, ഇവിടുത്തെ ജോലിക്കാരി ചേച്ചിമാരാണ്. ഇവരാണ് ഇവിടെ ഉള്ളത്, വേറെ ആരുമില്ല കേട്ടോ. വനനാശം, ജലനാശം, ജീവനാശം. ഓക്കെ, ഇവരൊക്കെ ഇവിടെ കംപ്ലീറ്റ് തൂക്കുമെന്ന് തോന്നുന്നു കേട്ടോ. കാലം കൂടെ നോക്കി കിടക്കണം. നോക്കിയേ, ആട്ടി പോവാം. ഇത് കണ്ട ഒരു കസേരയാണോ? അടിപൊളി. ശൂലം, അയ്യോ മുരുകൻ്റെ സാധനം, വേല്, അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ. സൂപ്പർ. ഇതൊക്കെ കോമൺ തിങ്സ്. ഇവിടുത്തെ ഇൻഫർമേഷൻ സെൻ്ററാണ് കേട്ടോ ഇത്. എന്തെങ്കിലും നമുക്കറിയാനുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും. നല്ല മരം ഒന്ന് കരിഞ്ഞ് നിൽക്കുന്നു. കരിഞ്ഞതാണോ ആ മരത്തിൻ്റെ ഒരു രീതിയാണോ എന്നറിയില്ല. പിന്നെ ഇടി വെട്ടിയതാ? ഏയ് 30 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ഗൈസ്, നമ്മളിവിടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. 30 സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. ഈ നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 30 സെൻറ്റ് ആയിരിക്കുമോ ഈ കാണുന്ന സ്ഥലം വിൽപ്പനയ്ക്കാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. വേണ്ടവർ വാങ്ങിക്കുക. ഇതുണ്ടോ ഗൈസ്, അവിടെ ഒരു വീട്. ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ വീടുകളുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക്. അപ്പോൾ എൻ്റെ ബലമായ സംശയം ഈ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്തിട്ടായിരിക്കുമോ വരുന്നതെന്നുള്ളതാണ്. എന്താണോ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. കണ്ട ഈ വലിയ മരം കണ്ട, നല്ല രസമാണ് കേട്ടോ. മൊത്തത്തിൽ ഇതിങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് നടക്കാനൊക്കെ രസമുണ്ട്. കണ്ട ഫ്രെയിമൊക്കെ അടിപൊളി. ആ മഹത്തരമായ ഡൗട്ട് ചോദിച്ച ആളാണ് ആ കാലം കൂടെയായിട്ട് മുന്നിൽ പോകുന്നത് കേട്ടോ. അവർക്ക് ടിക്കറ്റ് എടുക്കണമായിരിക്കുമെന്ന്. ന്യായമായ ചോദ്യമാണ്. നോ ലിക്കർ നോ സ്മോക്കിങ്. അപ്പോൾ ഇവൻ പറയാം ലിക്കർ കഴിച്ചില്ലെങ്കിൽ സ്മോക്ക് ചെയ്യരുതെന്ന്. എന്ത് ചെയ്യാൻ പറ്റും. സമ്പൂർണ്ണ ശുചിത്വ യജ്ഞം, എറണാകുളം ജില്ല, കമ്മ്യൂണിറ്റി സാനിറ്ററി കോംപ്ലക്സ്, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത്. കൂവപ്പടി. ആ കാലം കൂടെ കണ്ടോ, അത് കറക്കി ഈ ഫ്രെയിമിൽ കൊണ്ടുവന്നു. വാസുചേട്ടൻ്റെ കാലം കൂടെ. വലിയ മരങ്ങളാണ്. ഈ മരമൊക്കെ എത്ര വർഷം പ്രായമുള്ളതായിരിക്കും അല്ലേ? എത്ര വയസ്സുള്ളതായിരിക്കും ഈ മരത്തിനൊക്കെ. നമ്മൾ അപ്പുറത്ത് അങ്ങോട്ടൊന്നും പോവരുത് എന്നുള്ളതിനായിരിക്കണം ഇവിടെ ഇങ്ങനെ ഈ കമ്പി വെച്ചിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ ആദ്യം പോകുന്നതേ, അതുകൊണ്ട് എനിക്ക് സത്യത്തിലൊരു പേടിയുണ്ട്. ഇതെന്താണ് മുന്നിലല്ല കുരങ്ങനോ മറ്റോ ഉണ്ടോന്നേ. പക്ഷെ സ്ഥലമൊക്കെ ബ്യൂട്ടിഫുൾ കണ്ടോ. കണ്ടാ, വീഡിയോ ഓണാക്കിയാൽ പിന്നെ മുണ്ടാട്ടം മുട്ടുന്ന ഒരുത്തനാണിത്. ഊഞ്ഞാലുണ്ട്, പക്ഷെ ആ കയറിൻ്റെ ആ ഒരു കളറും സാധനങ്ങളും കണ്ടിട്ട് കയറാനൊരു പേടി. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഊഞ്ഞാലിനോട് ടാറ്റ പറഞ്ഞ് നടക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ എല്ലാം വാഷ്റൂം ഉണ്ട് കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാം. നല്ലതാണെന്നൊന്നും അറിയില്ല. ചേഞ്ചിങ് റൂം, ബ്രസ്റ്റ് ഫീഡിങ് റൂമൊക്കെ ഉണ്ട്. ഓക്കെ. തുള്ളി ഇവിടെ വന്നപ്പോൾ കോഷൻ എലഫൻ്റ് എന്ന്
അയ്യോ എനിക്ക് പേടിയുണ്ട് കേട്ടോ. ഈ ഇലക്ട്രിക് ലൈൻ ഉണ്ട് ദേ ഇതിലും വഴിയൊക്കെ. അപ്പോൾ ആ ഒരു രണ്ട് വശത്തുമൊക്കെ ഉണ്ട്. ഇതുണ്ട് ഇവിടെ എനിക്കൊന്നും വെള്ളം ഇല്ലാത്തതാണിപ്പോൾ. ഇതൊരു ലൈറ്റ് ഒരു പാലം പോലത്തെയാണ്. ഇതുണ്ടോ, ഒരു പാലം, ഒരു സെറ്റപ്പാണ്. ഇങ്ങോട്ടും വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഇതാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എൻ്റെ പകുതി കിളി പോയി. അതിലെന്താണെന്ന് വെച്ചാൽ ഒരു 2-3 പേര് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ആക്ച്വലി ഈ പഞ്ചായത്തിൽ നമ്മൾ രണ്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു. വരില്ല, ആരും വരില്ല എന്നുള്ള ഒറ്റ ഓട്ടം. എങ്ങോട്ട് തിരിയുന്ന എങ്ങോട്ടാണെന്നൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല ആ സമയത്ത്. ആന വരത്തില്ലായിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ പോകാനായിട്ട്. ഇത് മഴയും കൂടെ, ചെറിയ ഇപ്പോൾ ചാറ്റൽ മഴയുണ്ട്. നമ്മൾ കുടയൊക്കെ നൂർത്തി പിടിച്ചാൽ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഏറ്റവും കോമഡി. ഈ നടി എന്നെ ഈ പോകുന്ന വഴിക്ക് വല്ല അട്ടയോ മട്ടയോ ഉണ്ടോ എന്ന് അതും അറിയത്തില്ല. അത് ചോദിക്കാനും വിട്ടുപോയി. അങ്ങോട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു ഇടവഴികളുണ്ട്. ഇതൊക്കെ പോയി എവിടെ എത്തും? ആന ഇറങ്ങി വരുന്ന വഴിയായിരിക്കും ഇനി ഇത്. എന്തൊക്കെ സംശയങ്ങൾ. ദേ ഇവിടെ നിന്ന് ഇതൊന്നും ഇല്ല കേട്ടോ. ഇലക്ട്രിക് കമ്പിയും തേങ്ങയൊന്നുമില്ല. കമ്പി വെച്ച് വെറും കയറ് കൊണ്ടേ കെട്ടിയിട്ടുള്ളൂ. ആരുടെ? ആരുടെ കാൽപ്പാടുണ്ട്. സോ ആരോ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. വേലി മറികടക്കരുത് കണ്ടോ, വേലി മറികടക്കരുത്. പിന്നെ വേലി ഇപ്പം മറികടക്കാൻ വേണ്ടി പോവാം. മറികടക്കുന്നവരൊക്കെ കാണുമായിരിക്കും അല്ലേ. ഇയാൾ അറിഞ്ഞുകൊണ്ട് കിടക്കുന്നല്ല കേട്ടോ, കോയിൻസിഡൻസ്. കണ്ടോ, ബ്യൂട്ടിഫുൾ സ്ഥലം. ഇച്ചിരി ഇപ്പം നമുക്ക് ആക്ച്വലി വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടയേർഡൊന്നും ആവുന്നില്ല. നമ്മൾ കൂളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പേടി മാത്രമേ ഉള്ളൂ, വല്ല ആനയോ തേങ്ങയോ മറ്റോ വരുമെന്ന് വിചാരിച്ചു. അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആന. അപ്പോൾ ആന ഉണ്ടെങ്കിൽ എങ്ങനെ അറിയും? ഇതേ സൈഡിൽ കൂടെ വെള്ളം. ഹായ് ഹായ് ഹായ്. സത്യം പറഞ്ഞാൽ ഈ പാണിയേരിപ്പോർ എന്നാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ആ കുട കൊണ്ടുവന്ന് എൻ്റെ വീഡിയോയ്ക്ക് അത് മറച്ചു. എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു വീഡിയോ പോലും ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് വരുന്നത്. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. എന്ത് സാധനമാണിതെന്നുള്ളത്. എനിക്കിവിടെ വന്നിട്ടൊരു കടലോരം വൈബാണ് കിട്ടുന്നതാണ്. ഈ മരങ്ങളൊക്കെ നോക്കിക്കേ. ഇവിടെയൊക്കെ മറ്റേ ഈ മഴ പെയ്ത് നനഞ്ഞ് കിടക്കുമല്ലായിരുന്നു. ഇവിടെയൊക്കെ ആക്ച്വലി ഇരിക്കുമായിരുന്നു. ഇവൻ്റെ പാൻറ്റിൻ്റെ കളർ കണ്ടില്ലേ. സോ അത് പോസിബിളേ അല്ല. എനിക്ക് വേണമെങ്കിൽ കുത്തിരിക്കാം. അങ്ങോട്ട് പോകരുത്. ആ ഒരു ക്രോസ് വെച്ചേക്കുന്നതിന് അപ്പുറത്തോട്ട്. ആക്ച്വലി അവിടെ പോകുമായിരുന്നെങ്കിലും കൊള്ളായിരുന്നു കേട്ടോ. വെറുതെ അല്ല, കാണുമ്പോൾ പോകാൻ തോന്നുന്നുകൊണ്ടായിരിക്കും വേലി വെച്ചേക്കുന്നത്. ഇപ്പോൾ മഴ പെയ്ത് ഭയങ്കര വെള്ളമാണ്. അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങരുത് എന്നാണ് അവർ പറഞ്ഞത്. സോ നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല. ഇഷ്ടപ്പെട്ടോ സ്ഥലം? പിന്നെ അടിപൊളിയല്ലേ. ഞാൻ താഴെ വീണാന്. മനുഷ്യരാരും ഇല്ലാത്തതുകൊണ്ട് ശ്മശാനം മൂകതേ കണ്ടാ. അടിപൊളി സ്ഥലം. കണ്ടാ മൈ ഗോഡ്, കീടു സ്ഥലം കേട്ടോ. പക്ഷേ എന്താ ഈ പാണിയേരി പോരെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. നിറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ട് ഇവിടങ്ങളിൽ. കണ്ടോ, എനിക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഈ പേരെന്ന് പാണിയേരി പോര്? അറിയിപ്പ് കണ്ടോ, ഇത് വനമാണ്. എല്ലാ വന നിയമങ്ങളും ഇവിടെ ബാധകമാണ്. അനുവദനീയ പ്രദേശങ്ങളിലൊഴികെ മറ്റു വനഭാഗങ്ങളിൽ പ്രവേശിക്കരുത്. 1961 കേരള വന നിയമം സെക്ഷൻ 27E പ്രകാരം 1 മുതൽ 5 വർഷം വരെ തടവിനും 1000 മുതൽ 5000 രൂപ വരെ പിഴയ്ക്കും അർഹരായിരിക്കുന്നു. അച്ചോ, മലയാറ്റൂർ. അയ്യോ, ഈ മരത്തിൻ്റെ വേര് കണ്ടോ. വേര് ഒരു രക്ഷയുമില്ലാത്ത. എല്ലാ മരങ്ങളും തന്നെ ഇങ്ങനെയൊക്കെ കണ്ടോ. ഞാൻ ഓർക്കുമായിരുന്നു രാവിലെ ഫോൺ വിളിച്ചില്ലല്ലോ, സ്നേഹിതന്മാരാരും ഇന്ന് വിളിച്ചില്ലേന്ന് ഓർത്തത്. ആ വിഷമം അങ്ങ് മാറി.
ഓക്കെ, ഭയങ്കര നീറ്റായിട്ട് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ചേച്ചിമാരെല്ലാം അടിച്ചതാണോ അതോ ഇതിൽ നിന്ന് ഈ മരത്തിൽ നിന്നൊന്നും ഈ ഇലകളൊന്നും വീഴുന്നില്ലേ? കാരണം അടിച്ചതാണെങ്കിൽ ഇപ്പം ഈ മഴ പെയ്ത് ഈ വെള്ളം വീണതിൻ്റെ സാധനം കാണത്തില്ലല്ലോ. ആ പാറ കയറി കയറി പോകുന്നു, അങ്ങോട്ട് പോകാവോ എന്നൊന്നും അറിയത്തില്ല. ഇതുണ്ടോ വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ഉറവകളിൽ നിന്നുള്ള വെള്ളമായിരിക്കും. പാറയിൽ വഴുക്കലുണ്ട്, സൂക്ഷിക്കുക കേട്ടോ. പാറയിൽ വഴുക്കലുണ്ട്, സൂക്ഷിക്കാന്ന്. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇങ്ങനൊരു പേരെന്നുള്ളത് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. എനിക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല. ഈ ഒരു ഏരിയ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോവരുത് എന്നവർ പറയുന്നുണ്ട്. വെച്ചിട്ടാട്ടോ നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. ഇവിടെ ഒരാരുണ്ട്, പക്ഷെ അവിടെ ചാടി ഇറങ്ങണം. അതുകൊണ്ട് നമ്മൾ ഇതിലും വഴി പോവാണ്. മൊത്തം പാറയാണ്ട. ഈ പാറയൊക്കെ കണ്ടോ? മറ്റേ മാർബിൾ പോലത്തെ അല്ലേ? ഇതൊക്കെ ചെത്തിയായിരിക്കും മാർബിളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? ഇങ്ങനത്തെ പാറകളൊക്കെ. അതെ, ആരോ വെള്ളം കണ്ട കിടു മഴ ഇപ്പം പെയ്യും. നിങ്ങൾക്ക് കാണാവോ? കണ്ട? അയ്യോ, ഇത്രയും നേരം ഇമാതിരി മഴയില്ലായിരുന്നു. ഇപ്പതേ മഴ, ഒരു രക്ഷയില്ല. അയ്യോ, ഒരു മനുഷ്യൻ പോലും ഇല്ലെന്നുള്ളതാണ് ഹൈലൈറ്റ്. കണ്ട? അങ്ങോട്ട് നോക്ക്, നമ്മൾ രണ്ടും മാത്രം. ഞങ്ങൾ രണ്ടും മാത്രം കൊടയും പിടിച്ചു. രാവിലെ കണ്ടോ? നമ്മൾ രാവിലെ എവിടെയായിരുന്നു നമ്മൾ പോയത്? അവിടെ സൺറൈസ് കാണാൻ വേണ്ടി പോയി. ഇന്ന് സൺറൈസ് വന്നില്ലെന്നല്ല, നമുക്ക് കാണാൻ പറ്റിയില്ല. കാണാൻ കോടയായിരുന്നു. കണ്ടോ? തുമ്പ കണ്ടോ? തുമ്പ കുറേ സ്ഥലത്ത് ഞാനിപ്പോൾ കണ്ടു കേട്ടോ. വന്ന വഴി നിറയെ തുമ്പയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വെയിലാണെങ്കിലും നമുക്ക് മടുക്കും, മഴയാണെങ്കിലും മടുക്കും. ഇതുണ്ടോ? രണ്ടെണ്ണേ ഇരിക്കാൻ പറ്റുന്ന കൂട്ട് ഉരുണ്ട്. അപ്പം ഇതിലേ ഇറങ്ങി നമ്മൾ ഏതിലും വഴി വരുമായിരുന്നു? അതിലെ അങ്ങനെ. ഓക്കെ, അതിലേ വരണമായിരുന്നു. ഞാൻ നനയുന്ന ഇവിടെ ഇങ്ങനെ താന്ന് പോകുന്ന പോലത്തെ മണ്ണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ കേട്ടോ. ഇരിക്കാനുള്ള സ്ഥലം പടുതയൊക്കെ ഇട്ടിട്ടുണ്ട്. വേണ്ടെന്ന് ഒരാളെ ഇരുത്തത്തില്ല, എന്തിൻ്റെയോ കിടക്കുന്നു. ഇതുണ്ട്, ഇതൊക്കെ എല്ലാം മരത്തിൻ്റെ വേരുകളാട്ടോ. കണ്ടോ? എന്നറിയത് ഏത് മരത്തിൻ്റെ വേരായിരിക്കും? എനിക്കാണെങ്കിൽ പേടിയാവുന്ന കേട്ടോ. നിൽക്കുന്ന മരം കണ്ടിട്ടേ, മറ്റേ നമ്മുടെ ഒരു കൊച്ചു മരിച്ചില്ലേ, ഒരു പൂ തിന്നിട്ട് ഓടുന്നു. നിറയെ ബട്ടർഫ്ലൈസ് ഉള്ള ഒരു കാട്. അരളി പോലില്ലേ ഇത് കണ്ടിട്ട്? കണ്ട? ഇതൊരു വേലി മറികടക്കരുത്. ഇതെന്തോരം ഉണ്ട് ഇത്? കുറച്ചുണ്ട്. കസേര പോലത്തെ ഒരു കല്ല്. കണ്ടോ? നമ്മൾ എന്തോരം നടന്നു കാണും? 1 കിലോമീറ്റർ നടന്നോ? പുറകിലൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്തോരം നടക്കാനുണ്ട് ഇത്. നീ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ? പിന്നെ നിനക്ക് അങ്ങനെ അറിയാം തീരുമെന്ന്? നടന്ന് ഫൈനലി ഒരു ചേട്ടനെ കണ്ടു. എൻ്റെ പൊന്നെ, സമാധാനമായി. ഇത്രയും നേരം ഞാൻ പേടിച്ചാവുന്നു. കണ്ടോ? ഇതാണെന്ന് തോന്നുന്നു ഡെസ്റ്റിനേഷൻ. അതോ ഇനി അങ്ങോട്ട് ഇനിയുണ്ടോ അറിയില്ല. സ്ഥലമൊക്കെ ആക്ച്വലി ബ്യൂട്ടിഫുൾ ആണ്. കുറച്ച് വെട്ടവും കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിയാകത്തില്ല. ഇപ്പം ആ അച്ചാച്ചനെ കണ്ടപ്പോൾ, അച്ചാച്ചനൊക്കെ സോറി, അവിടുത്തെ ഒരു അരണ പേടിച്ചു വന്ന് പയ്യെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോക്കൂടെ അല്ലേ? സൈലൻ്റ് ആയിട്ട് വന്ന് പേടിപ്പിക്കും. നമ്മൾ
ആ വാച്ചർ ചേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ആക്ച്വലി സന്തോഷമായി. അല്ലെങ്കിൽ ഞാൻ ശരിക്കും പേടിച്ചായിരുന്നു കേട്ടോ. എൻ്റെ എല്ലായിടത്തും ഒരു വൈൽഡ് ആനിമൽ എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. ഇത് 2 വഴിയുണ്ട്, മുകളിൽ കൂടെയും പോകാം താഴത്തു കൂടെയും പോവാം. നമ്മൾ ഏറെ കൂടെയാണ് പോണേ? നമുക്ക് കാല് കഴുകി താഴത്തു കൂടെ പോവാം. എങ്ങോട്ടാ? തെന്നുവോ? എന്നാ ഇതിലേ പോവാം. അപ്പോൾ മണ്ണാവും. ബാ, ഇത് വലിയ കഷ്ടമായല്ലോ ഇത്. നിങ്ങൾക്ക് കാല് കഴുകാനില്ല, കാല് ചെളി ആയില്ലല്ലേ? നമ്മൾ രണ്ടും കൽപ്പിച്ച ഇങ്ങോട്ട് ഇത്രയും വന്ന സ്ഥിതിക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വീഴരുത്, അത് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രതീക്ഷ. തെന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അങ്ങോട്ടൊക്കെ പോകാവുന്നതാണ്. കണ്ടോ അവിടെ വള്ളി കെട്ടിയേക്കുന്നുണ്ടോ? അവിടെ കണ്ടോ? പക്ഷെ എങ്ങനെ പോവാം? ഇപ്പം വെള്ളത്തിൽ ഇറങ്ങാൻ ആക്ച്വലി പറ്റത്തില്ല, കാരണം അവിടെയൊക്കെ വള്ളി കണ്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നടന്നു പോകാവുന്ന എന്തോ പരിപാടികളാണ്. പക്ഷെ ഇത് വീഡിയോ എങ്കിലും കണ്ടിട്ട് വേണമായിരുന്നു ഇവിടെ വരാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അവിടെ കണ്ടോ സ്റ്റോപ്പ് എന്ന് വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങോട്ട് പോകാൻ പാടില്ല. ഇവിടെ ഒരു ഏറുമാടമൊക്കെ ഉണ്ട്. ശരിക്കും പറയും ഇപ്പം മഴവെള്ളം ഇത്ര കുത്തിറക്കാണ്ട് അങ്ങോട്ടൊക്കെ പോവാം. ആണോ? നേരെയൊക്കെ പോവാം. അങ്ങോട്ടൊക്കെ ആരും ഇട്ടൊന്നുമില്ല. അങ്ങോട്ട് അങ്ങ് വരെ ഉണ്ടോ? ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാം. ഇത് ആക്ച്വലി കൊള്ളാം അല്ലേ? അവിടുന്നും വെള്ളം വരുന്നുണ്ട്, ദേ അവിടുന്നും വെള്ളം വരുന്നുണ്ട്. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് ശരിക്കും നോക്കണം അല്ലേ? എന്താ ഈ പേരുമായിട്ടൊരു ബന്ധം എനിക്ക് ഇതുവരെ ഒന്നും കണ്ടില്ല ഞാൻ. അങ്ങനെ മഴ നനഞ്ഞ് നമ്മൾ, എൻ്റെ മേത്തും എൻ്റെ ബാഗൊക്കെ നനഞ്ഞ് ഇവിടെ വരെ എത്തി. ആ ആണോ? ഓക്കെ, നനഞ്ഞ് നമ്മൾ ഏതാണ്ട് കാണിയേരി പോര് വരെ എത്തി. അപ്പോൾ ഇനി തിരിച്ചു പോകുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ശ്രദ്ധിച്ച് പോകുക എന്നുള്ളതാണ്. ചിലപ്പോൾ വീഡിയോ എടുക്കുകയല്ലേ എനിക്ക്. അപ്പോൾ പാണിയേരി പോര് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ ഒന്നും അറിയാണ്ട് വരാണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് എന്താണ് സംഭവം എന്നൊക്കെ നോക്കിയിട്ട് വന്നാലേ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടത്തുള്ളൂ. മഴയുള്ളപ്പോൾ വരരുത്. ഒരു ചെറിയ നല്ല ഒത്തിരി വെയിലും ഒത്തിരി മഴയും ഇല്ലാത്ത, അത് മഴയും ഇല്ലാത്ത കാലാവസ്ഥയിൽ വന്നാൽ അടിപൊളിയായിരിക്കും. മഴയത്ത് വന്നാൽ നമ്മൾ ഓക്കെ. അപ്പോൾ എന്തെങ്കിലും പോകുന്ന വഴിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടാൽ കാണിക്കാം, ഇല്ലെങ്കിൽ നമ്മളിവിടെ വെച്ചത് വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ.